കേരളത്തിലെ സയനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്ന് പറയുന്നത് കേവലം ഒരു മതപ്രശ്നമാണ്. അതായത് കാലങ്ങളായി അവിടെ ഇസ്ലാം ജൂത മതങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, അതുകൊണ്ട് ഇതൊക്കെ സ്വാഭാവികമല്ലേ എന്നുള്ള വാദമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവർ പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത് കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കണ്ണുകളെ മൂടിക്കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് ക്രിസ്ത്യാനിറ്റി ഒരു ന്യൂനപക്ഷമല്ലേ, അവരെ വേട്ടയാടുന്നില്ലല്ലോ, അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നുള്ള ഒരു മൃദുലമായ ഒരു സമീപനം ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം. ക്രിസ്ത്യാനിറ്റിക്ക് എന്താണ് ഇസ്രായേൽ സംഭവിച്ചത്, അല്ലെങ്കിൽ പാലസ്തീൻ ജനത തിങ്ങിപ്പാർക്കുന്ന ഗാസ പോലെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റ് കോസ്റ്റ് പോലുള്ള സ്ഥലങ്ങളിൽ എന്താ ബാധിച്ചതെന്ന് നമുക്ക് നോക്കാം. 1948 ഇസ്രായേൽ സ്റ്റേറ്റ് രൂപീകരിക്കുന്ന സമയത്ത് 12% ക്രിസ്ത്യാനിറ്റിയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റേറ്റ് രൂപീകരിച്ച് പ്രശ്നങ്ങൾ തുടങ്ങിയ തൊട്ടടുത്ത നിമിഷം ഈ 12% ഏതാണ്ട് 10% ജനങ്ങൾ എന്ത് ചെയ്തു, അഭയാർത്ഥികളായി മാറുകയാണ് ഉണ്ടായത്. ഇപ്പൊ അവിടെ ഏതാണ്ട് 2% മാത്രമാണ് ക്രിസ്ത്യാനിറ്റി റേറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് വില്യം ഡാൽറംബിൾ എന്ന് പറയുന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഒരു യാത്രാ വിവരണത്തിൽ ഫ്രം ഹോളി മൗണ്ടൻസ് എന്ന് പറയുന്ന യാത്രാ വിവരണത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇസ്രായേൽ ഗവൺമെന്റ് ഒരുപാട് എക്സ്കവേഷൻസ് നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന വെസ്റ്റ് കോസ്റ്റ് തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ. അവിടെ നടത്തിയ എക്സ്കവേഷനിൽ നിന്ന് ഒരുപാട് ക്രിസ്ത്യാനിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതിപുരാതനമായിട്ടുള്ള ഒത്തിരി കണ്ടെത്തലുകൾ കണ്ടെത്തി. പക്ഷേ ഇതെല്ലാം തന്നെ എന്ത് ചെയ്തു, ഈ ഗവൺമെന്റ് നശിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരുടെ ചരിത്രത്തെയും കുഴിച്ചു മൂടുന്നുണ്ട്. ഇതേ കാര്യമല്ലേ ഇന്ത്യയിൽ സംഭവിച്ചത്? ഇപ്പൊ മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്? ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇവരെന്ത് ചെയ്യില്ല, സമ്മതിക്കില്ല. മതപ്രശ്നമാണ്, അറിയാലോ.